ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു ഓണം വ്ളോഗ് ഇടാമെന്ന് ഓർത്തു. അപ്പോൾ വലിയ സെലിബ്രേഷൻ ഒന്നുമല്ല, അത്തപ്പിടുക, സദ്യ കഴിക്കുക, അങ്ങനത്തെ ഒക്കെ രണ്ട് പരിപാടി, അങ്ങനെ ചെറിയ പരിപാടിയുള്ളു. അല്ലാതെ പ്രത്യേകിച്ച് ഓണം സെലിബ്രേഷൻ അങ്ങനെയൊന്നും ഇല്ല. അപ്പം വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഞാനിനി അത്തപ്പിടാൻ തുടങ്ങുകയാണ്. അപ്പോൾ അത്തപ്പിടാൻ വേണ്ടി പൂവ് എന്തുവാ ഇവിടെ നിന്നെല്ലാം എടുത്ത് പറിച്ചൊക്കെ ഇടുവാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ കൂട്ടത്തിലുണ്ട് കേട്ടോ എൻ്റെ കൂടെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പൂവൊന്നും പറിച്ച് വെച്ചില്ലായിരുന്നു. എന്ന് പറയുമ്പോൾ ഞാൻ വാടാമുല്ലയും പിന്നെ ആ ഓറഞ്ചിൻ്റെയും യെല്ലോയുടെയും ബന്ദി പൂ മാത്രം ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളായിരുന്നു. ബാക്കിയൊന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇത് വെള്ളപ്പൂ ഞാൻ ഇവിടുന്ന് പറിക്കുന്നുണ്ട്. പിന്നെ എവിടെയും ചെന്ന് പറിക്കാനായിട്ട് ഒരാളും കൂടെ വന്നിട്ടുണ്ടേ. ഹലോ പറ. പോയി. ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ അത്തപ്പ് ഇടുന്നത് കേട്ടോ. അത് ഞാൻ വേണമെങ്കിൽ ഫോട്ടോ ഇവിടെ കൊടുക്കാം ഗൈസ്, കൊടുത്തേക്കാം. അപ്പോൾ പൂ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളപ്പൂ മണ്ണെല്ലാം കുറേ ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ കാട് കയറി കേട്ടോ, കാട് കയറി. അപ്പോൾ അമ്മ ഇന്നലെ ഒന്ന് തെളിച്ചിങ്ങനെ തന്നതാണ് എനിക്കൊന്ന് ഈ പറിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് ആദ്യം വെക്കാനുള്ളതാണ്. നടുക്കൊരു പച്ച ഇട്ടിട്ട് അതിന് സൈഡിൽ മൊത്തം ഈ വെള്ളപ്പൂ വെക്കാൻ അപ്പം ആവശ്യത്തിനുണ്ട് എന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു വെള്ളപ്പൂവും കൂടെ എടുത്ത് വെക്കണം. പക്ഷെ അതിനായിട്ടില്ല ഇത്. അതുകൊണ്ട് വേറെ വെള്ളപ്പൂ പറിച്ചിട്ട് വരണം. ഇപ്പോൾ പറിക്കണം. ഒരു കാര്യം ഇപ്പോൾ ഓർക്കുന്നത്, ഞാൻ ഇതുവരെയായിട്ട് സിറ്റൗട്ട് തൂത്തില്ല. ഇത് എല്ലാം വൃത്തിയായിട്ട് ഇറങ്ങുന്നതാണ്, പക്ഷെ തൂത്ത് കഴിഞ്ഞിട്ടില്ല. അപ്പം കൂടെ അപ്പോൾ തൂത്തില്ല. അപ്പം ഇത് മേളിൽ ഇരിക്കുന്നത് ഒരു കിളി വന്ന് കൂട് വെച്ചതാണ്. ഏത് കിളിയാണെന്ന് അറിയില്ല, പക്ഷെ കൂട് വെച്ചിട്ട് പിന്നെ ഈ കിളി ഇവിടെ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കണ്ടിട്ടില്ല ഇതുവരെ. കിളി കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെയായിട്ട് ഇങ്ങനെ വന്ന് മുട്ടയിട്ടോ അങ്ങനെയൊന്നും ഇല്ല. ഉണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷെ കിളിയുടെ ശബ്ദം എല്ലാം കേൾക്കണം. പക്ഷെ ഇതുവരെ ആയിട്ടില്ല. ഞാൻ ചൂലെടുത്തിട്ട് വന്നിട്ട് തൂത്തിട്ട് വന്നു. നിലത്തല്ല നിലത്തല്ല എന്ന് പറയുമ്പോൾ പുറത്തല്ല ഞങ്ങൾ അത്തപ്പിടുന്നേ. ഇവിടെയാണ് അത്തപ്പിടുന്നത്. ഞാൻ ഷോർട്സിലെല്ലാം ഇങ്ങനെ ഇട്ടത് ഇവിടെ തന്നെയാണ്. ഞാൻ ഒരു തവണ മാത്രമാണ് അവിടെ വെളിയിൽ ഏതോ ഒരു ഓണത്തിന് ഇട്ടത്. 2023 എന്ന് തോന്നുന്നു. ആ സമയത്ത് മാത്രമാണ് ഞാൻ അത്തപ്പൂ വെളിയിലിട്ടിരുന്നത്. അല്ലാതെ ഞാൻ മൊത്തം അകത്താണ് ഇരുന്നത്. സിറ്റ് ഔട്ടിൽ തന്നെയാണ് ഇരുന്നത്. കാരണം പിന്നെ മഴ വന്നാൽ പിന്നെ അങ്ങനെ പിന്നെ എന്തൊക്കെയോ കാരണം ഞങ്ങൾ ഈ അകത്ത് തന്നെയാണ് ഇടുന്നത്, പുറത്തിടാറില്ല. അങ്ങനെ മഴ വന്നാലോ ഈയിടെയെല്ലാം അത്തപ്പൂ ഇട്ടിട്ട് പിന്നെ മഴയായിരുന്നു ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തിടുന്നില്ല, അകത്ത് തന്നെ ഇടും. ഈ തവണ മഴ വരത്തില്ല എന്ന് തോന്നുന്നു, പക്ഷെ എന്നാലും റിസ്ക് എടുക്കണ്ട. ചുമ്മാ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് മഴ പെയ്തിട്ട് ഫുള്ള് പോവാൻ. പക്ഷെ ഇവിടെ ഇരുന്നാൽ എറിച്ചിലടിക്കും. അപ്പോൾ എന്താണെങ്കിലും അവിടെയും പ്രശ്നം തന്നെയാണ്. പക്ഷെ കൂടുതൽ അങ്ങനെ പോകത്തില്ല, കാറ്റടിച്ചാൽ പോകും. ഈയിടെ എല്ലാം കാറ്റായിട്ട് എനിക്ക് ദേഷ്യം വന്നു. എനിക്ക് അത്രയ്ക്ക് ഞാൻ ഭയങ്കര ഡിസൈനിലൊക്കെ ഞാൻ കയറി ഡിസൈനൊക്കെ വരച്ച് സെറ്റാക്കി വെച്ചിട്ട് മഴ വന്നു. മഴയില്ല, കാറ്റ് വന്നു, ഭയങ്കര കാറ്റായിരുന്നു. ആ ദിവസം ഫുള്ള് കാറ്റായിരുന്നു. അന്നേരം എൻ്റെ അത്തപ്പം എല്ലാം പറഞ്ഞു. ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഞാൻ ഇനി വീഡിയോ ഇട്ടില്ലെന്ന് തോന്നുന്നു. പൂ എടുക്കട്ടെ, ഞാൻ ഫ്രിഡ്ജ് വെച്ച് പൂവെല്ലാം എടുത്തിട്ട് വരാം. ആദ്യം തന്നെ ഒരു ഫോട്ടോ, ഞാൻ ആ മറ്റേ അത്തപ്പൂൻ്റെ ഫോട്ടോ ആയിരുന്നു. അതെ, ആദ്യം തന്നെ ആ ഫോട്ടോ എടുത്ത് ഈ ഫോണിലോട്ട് അയച്ചു കൊടുക്കാം. വെട്ടം കൊടുക്കും പ്ലീസ്. കരുത്തിലൊന്നും ഇല്ലാത്ത പോലെ. അപ്പം ഞാൻ അതിന് മാല ഇട്ടിട്ട് വരാം. ഇത് തന്നെ ഇട്ടിട്ടുണ്ട്. അതിന് വെട്ടം കൂടി പോകുന്നത്. ഇപ്പം കുഴപ്പമില്ല. ഇപ്പത്തും എല്ലാവരും അത്തപ്പൂ ഇട്ടുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഇതിനായിട്ട് തുടങ്ങി പോലും ഇല്ല. ഒരു പച്ച ഇലയാണ് അതെവിടെയാണെന്ന് നമുക്ക് തപ്പിപ്പോവാം. അത് മെയിനായിട്ട് അത്തപ്പൂവിലൊക്കെ വെക്കുന്ന സാധനം ഇവിടെ എല്ലാം കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ ഇതിപ്പോൾ ഇല്ല, ഇതിപ്പോൾ ഇല്ല കേസ്. ഇവിടെ ഒന്നും ഇല്ല, ഇവിടെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. അതൊന്നും അവിടെ കിടക്കട്ടെ കേസ്. ഞാൻ അമ്മ പറഞ്ഞായിരുന്നു മറ്റേ പച്ച ഇല അതിങ്ങനെ സാധനം ഇങ്ങനെ ചെയ്ത് തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതുകൊണ്ട് അത് കഴിഞ്ഞ് കിടക്കട്ടെ. അപ്പം എനിക്ക് ആ ചെടി കിട്ടിയില്ല ഇതുവരെയായിട്ട്. അപ്പം ഞാൻ ഓർത്ത് തന്നാൽ അത് അവിടെ കിടക്കട്ടെ, നമുക്ക് ബാക്കിയിൽ തുടങ്ങാം. ഞാൻ ചെരുപ്പല്ല ഊരിയിട്ടെ. നടുക്ക് തന്നെ ഞാൻ അതിൻ്റെ നടുക്ക് വേറെ ഒരു ഇല സാധനം വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റുമാണ് ഞാൻ വെക്കുന്നത്. അല്ലെങ്കിൽ നടുക്ക് ഇല ഇങ്ങനെ അരിഞ്ഞിട്ടും പച്ച കളറിന് വേണ്ടി. അപ്പോൾ ഞാൻ ഈ വെള്ളപ്പൂ ആദ്യം ഒന്ന് ചുറ്റും, ഈ വെള്ളപ്പൂവിൻ്റെ ചുറ്റും ഇനിയും ചെമ്പരത്തി വെക്കണം. അപ്പോൾ ചെമ്പരത്തി ഇനി ഞാൻ പറിക്കാൻ പോകണം ഗൈസ്.
അപ്പോൾ ഞാൻ ഈ പൂ കുറേ പറിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ഇനി ഞാൻ ഇനി കഴിക്കാൻ പോകണം. ഞാൻ ദോശയും സാമ്പാറാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ പൂ ഞാൻ പറിച്ചുകൊണ്ട് വന്നു, കഴിച്ചില്ല കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ഞാനിത് ഇടാൻ തുടങ്ങി. വീണ്ടും ഞാൻ കുറച്ചും കൂടെ നീക്കിയിട്ട്, കാരണം അല്ലെങ്കിൽ കാണത്തില്ല ഇങ്ങനെ. ഇത്രയും പൂ എനിക്ക് കിട്ടി കേട്ടോ. ഇത്രയും പൂ എനിക്ക് കിട്ടി. അപ്പോൾ ഇനി ഞാൻ ചെമ്പരത്തി എടുക്കട്ടെ. ചെമ്പരത്തി എടുത്തിട്ട് പെറ്റൽസ് ആയിട്ട് ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ വെക്കാൻ. ഇത് ഞാൻ ഈ ചെമ്പരത്തിയുടെ ഇങ്ങനെ ഇതുപോലത്തെ ഒരു ചെമ്പരത്തിയാണ്. അപ്പം ഇതുപോലത്തെ ചെമ്പരത്തി ഇങ്ങനെ പെറ്റൽസ് ആയിട്ട് ഇങ്ങനെ വെക്കുവാണേ. പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഇടാനുള്ള പൂവുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒരു പൊട്ടത്തരം കാണിച്ചു. ഞാൻ ഈ മഞ്ഞയ്ക്ക് പകരം ഞാൻ ഇത് ഓറഞ്ച് ഇട്ട്, ഈ കളർ ഈ പൂവിന് ഓറഞ്ചിൻ്റെയും യെല്ലോയുടെയും ആണോ എന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ. ഇതുണ്ട്, ഞാൻ പൊട്ടത്തരം കാണിച്ചത്. ഞാൻ മഞ്ഞ എടുത്തിട്ട് അതിൻ്റെ പകരം ഞാനിത് ഓറഞ്ച് എടുത്തിട്ട് പൊട്ടത്തരാക്കി. ഇതേ ഒരു സ്കെയിലൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നല്ലേ പറയുന്നത്. അപ്പം ഞാനിതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ വാടാമല്ലിയാണ് ഇടാൻ പോകുന്നത്. ഇത് ഞാൻ അങ്ങ് കൊണ്ട് വെച്ച് കുറച്ചുകൂടി നീക്കി വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇട കിട്ടിയാണ്. കാരണം അത്ര വലിയൊരു അത്ര അങ്ങനെയല്ല പറയുന്നത്, കുറച്ച് വലിയൊരു അത്തപ്പൂര ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇടയില്ല കേസ്. ഇത് കണ്ട് ഞാൻ കാണിച്ചു വെച്ചിരിക്കുന്നത്. പതിയെ മാറ്റിയെടുക്കാം. ഇതൊക്കെ പണിയാണ്. ഞാൻ വരച്ചെടുത്തിട്ട് വീണ്ടും തുടങ്ങാൻ പോകണം കേസ്. വരച്ചെടുത്തിട്ട് വീണ്ടും തുടങ്ങാൻ പോവാണ്. ഇതെങ്കിലും ശരിയാക്കിയാൽ മതിയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇതേ അത്തപ്പൂ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നൊന്ന് പറയണേ. അത്തപ്പൂ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് കഴിക്കാൻ പോയി. അതിന് മുമ്പ് കുറേ ഫോട്ടോസ് എല്ലാം എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ നിങ്ങളുടെ ഓണം സെലിബ്രേഷനും എല്ലാം ഒന്ന് പറയണേ, കമൻറ്റ് ഇടണം. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ സദ്യ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചുമ്മാ ഇരിക്കുകയാണ്. അപ്പം ഇത്രയുള്ള ബ്ലോഗ് കാണാൻ ഇനിയും വലിയ പരിപാടിയൊന്നുമില്ല, ഇനിയും ചുമ്മാ ഇരിക്കുക. അപ്പം എല്ലാവരുടെ ഓണം എങ്ങനെയാണെന്ന് പറയുക. ബൈ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. ബൈ.